മറ്റുള്ളവരുടെ 100 കുറ്റങ്ങൾ പറയാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഒരു കുറ്റം മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇഷ്ടംപോലെ വിമർശിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മളെപ്പറ്റി ഒരു ചെറിയ വിമർശനം പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരെ പറ്റി എന്തും പറയാം, നമ്മളെപ്പറ്റി ആരും ഒന്നും പറയരുത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം ഇങ്ങനെ തന്നെ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് എപ്പോഴും നമ്മുടെ വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. നമ്മൾ നല്ല നല്ല വിമർശനങ്ങൾ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാവണം. അതിനോട് നമ്മളൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കണം. അതനുസരിച്ച് നമ്മളിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് തിരുത്തിയേ മതിയാവുള്ളൂ. അതല്ലാതെ തെറ്റുകളിൽ കൂടെ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല, ആ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്തായി തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നമ്മുടെ കുറ്റങ്ങൾ കണ്ട് നമ്മളെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോസിറ്റീവ് മനോഭാവത്തോടെ കാണണം. തെറ്റുകൾ അംഗീകരിക്കാനും അതിൽ നിന്ന് മാറി പുതിയ വഴി സ്വീകരിച്ച് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് എപ്പോഴും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരും നമ്മളോട് നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ, നല്ല രീതിയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ അതിനെ നാം 2 കൈ നീട്ടി സ്വീകരിക്കണം. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ മനസ്സിലാക്കുക, അത് തിരുത്തുക. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, അത് മൂടി വയ്ക്കാനുള്ളതല്ല. നമ്മുടെ തെറ്റുകളും മാറ്റേണ്ടതാണെങ്കിൽ അത് മാറ്റണം, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം. ഒരിക്കലും അതിൽ വൈമുഖ്യം കാണിക്കരുത്.